കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു നല്ല തിരക്കുള്ള ലിമിറ്റഡ് സ്റ്റോപ്പിൽ തൃശ്ശൂർക്ക് പോയി. ഞാൻ ഈ ലിമിറ്റഡ് കയറിയത് തുടങ്ങിയിട്ട് ഞാൻ കോളേജ് സമയമൊക്കെ ആലോചിക്കായിരുന്നു. ഞാൻ SN പഠിച്ചത്, SN നാട്ടിക 96 93 ബാച്ചാണ്. ഈ സമയത്ത് ഈ ബസ്സുകാർ ഇത്രയും വൃത്തികെട്ടവന്മാർ ഉണ്ടായിട്ടില്ല. അതായത് നമ്മളെ പിള്ളേരെ കയറ്റൂല. ആ നാട്ടികയിൽ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് നിൽക്കും, നമ്മൾ ഓടിച്ചെല്ലും, രണ്ടുപേരെ കയറ്റും, പിന്നെ അവർ വിടും, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞ് കയറുമ്പോൾ അവന്മാരുടെ വേഷം കെട്ട് അവിടെ നിന്ന് മുട്ടി കയറണം. കിളികളുടെ ഇടയിൽ കൂടെയുള്ള സഞ്ചാരം. പിന്നെ നമ്മൾ ഇരിക്കാൻ സമ്മതിക്കില്ല. ഇരുന്നാലും അവന്മാരൊരു നോട്ടമുണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങാനും സീറ്റങ്ങ് പൊളിഞ്ഞു പോവാവും. അങ്ങനെ വെച്ചാൽ നമ്മൾക്കൊരു അവകാശത്തിൻ്റെ വിലയിൽ കയറണം. ഗവൺമെൻറ് തന്നിട്ടുള്ള സബ്സിഡി കൺസെഷനിലല്ലേ നമ്മൾ ട്രാവൽ ചെയ്യുന്നല്ലാണ്ട് OC-ക്കൊന്നല്ലല്ലോ. എന്നാലും അവന്മാരൊക്കെ ഒരു ആറ്റിറ്റ്യൂഡേ. ഞാൻ വിചാരിക്കാറുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ഈ ലിമിറ്റഡിലൊന്ന് കയറിയിട്ട് അവന്മാരെ നാല് പറയാൻ. പക്ഷെ അതിനൊന്നുള്ള സാഹചര്യം കിട്ടിയില്ല. ജോലി കിട്ടിയിട്ട് ആ വഴിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂരായിരുന്നു സ്കൂട്ടറിന് പോയിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ലിമിറ്റഡുകാർ ഒരു ഒടുക്കത്തെ പോക്കും, കൈയൊക്കെ ഷോൾഡറൊക്കെ ഒരു വിധം ലെവലായി. പക്ഷെ മുകളിൽ ക്ലാസ്സിന് എത്തണമായിരുന്നല്ലെങ്കിൽ ഞാൻ നോർമൽ ബസ്സിൽ കയറിയാനെ, എത്തൂല. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ എന്തൊരു കാലം, ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഞാൻ 2 ദിവസം മുന്നേ തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു കുട്ടി കയറിയിട്ട്, അപ്പോൾ കിളി പറയുന്നതാണ്, കിളിയും കണ്ടക്ടർ ഇപ്പോൾ ഒരാളാണല്ലോ, മോളിരുന്നോ. അപ്പോൾ അതിനിങ്ങനെ അത് ഇങ്ങനെ എന്ത് പറ്റിയത്, എന്ത് കാക്കങ്ങാമലെന്ന് പറഞ്ഞോന്നുള്ള ഒരു ഇതിലാണ് അയാളെ നോക്കിയത്. അപ്പോൾ അവൻ്റെ സീറ്റ് കാര്യമായിട്ടുണ്ടല്ലോ, മോളിരുന്നോ. കുറേ കഴിഞ്ഞപ്പോൾ ആൾ വന്നപ്പോൾ മോളെനിറ്റോ വേണ്ട. അപ്പോൾ അയാൾ ഇരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? അതോടെ മര്യാദയ്ക്ക് നിന്നിരുന്നാണ് അതിനിരുത്തി അതിനെനിപ്പിച്ച്. എന്നാൽ ഒരു വയസ്സായ ആൾ അല്ലെങ്കിൽ ഒരു കുട്ടീനെ പിടിച്ച ഒരാൾ അതല്ല, അവർക്ക് ഇരിക്കാൻ വയ്യ. അത് ഈ സെയിം ആമ്പിള്ളേരെ അടുത്ത് നടക്കൂല. ആമ്പിള്ളേർ നല്ലത് കിട്ടും. ഞങ്ങളുടെ സമയത്ത് തന്നെ എത്ര സ്ട്രൈക്ക് നടന്നിട്ടുണ്ടെന്ന് ബസ്സുകാരായിട്ട്. കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കലും തല്ലുടിയും ഒക്കെ നടന്നിട്ടുണ്ട് ഈ ബസ് നിർത്താണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ കൂടെയാണ് നമ്മൾ പഠിച്ചിട്ടൊക്കെ പോന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കും, KSRTC കുറേ എണ്ണം ഇടുമായിരുന്നെങ്കിലോ. അവർക്ക് ഇതൊന്നും വിഷയമല്ലല്ലോ. ആൾ കയറിയാലും കുഴപ്പമില്ല, കയറിയില്ലെങ്കിലും കുഴപ്പമില്ല, പൈസ കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു അന്തസ്സോട് കൂടി യാത്ര ചെയ്യാം. ഇതെന്തൊന്നാണ് ഏതോ 4ാം കിട പൗരന്മാരെ പോലുള്ള മനോഭാവം. ഇപ്പം ഇവരൊക്കെ ഈ കുട്ടികൾ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയാലല്ലേ ഈ യാത്രക്കാരുണ്ടാവുള്ളൂ. ഇതെന്താണ് ഇവരാലോചിക്കാത്തത്? ഇതൊക്കെ ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്. പണ്ട് നമ്മളൊരു ചെറിയൊരു വിപ്ലവകാരിയായിരുന്നു. ഇപ്പോഴും വിപ്ലവത്തിന് കുറവൊന്നുമില്ല, പക്ഷേ പ്രവൃത്തിയിലില്ല എന്നുള്ളൂ. പക്ഷെ അതൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്താണ് ഇങ്ങനെ, ഇവന്മാരൊക്കെ എന്താണ് ഇങ്ങനെ. ചിലവരൊക്കെ പക്ഷെ നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു, നന്നായിട്ട് പെരുമാറുന്നവരും അങ്ങനെ ചീത്ത പറയാത്തവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ റെയറായിരുന്നു. അപ്പോൾ നമുക്കതൊന്നും നോക്കിയിരിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ നമ്മൾ കിട്ടുന്ന ബസ്സിൽ കയറി പോവും. കോളേജിലെത്തണ്ടേ, ടൈമിന് വീട്ടിലെത്തണം. 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തണ്ടേ. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പിന്നെയും ദൂരമുണ്ട്, സൈക്കിൾ ഓട്ടി പോകണം. അപ്പോൾ സമയം ലേറ്റാവും. അപ്പോൾ ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ. പിന്നെ ബസ്സിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അവൾക്ക് നമ്മളിപ്പോൾ അങ്ങനെ പിന്നിലേക്ക് ഇവർ നിർത്തും. അപ്പോൾ ബാക്കിലുള്ള ഞരമ്പ് രോഗികളുടെ കലാപരിപാടികളും എന്തോരം നമ്മൾ പ്രതികരിച്ചാലും നാണമില്ലാത്ത കുറേ എണ്ണമുണ്ട്. അപ്പം അങ്ങനത്തെ പിന്നെ ഈ ഇടയിലുള്ള കണ്ടക്ടർ സഞ്ചാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയിൽ കൂടി ഇങ്ങനെ സ്വിമ്മിങ്ങിന് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം ഇങ്ങനത്തെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഞാനതൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. എന്തൊരു സമയം, എന്തൊരു കാലം.